ഇനി നമ്മളൊരു ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറിയിലേക്കാണ്. പരിമിതികളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു കൊച്ചുമിടുക്കൻ, ആ മിടുക്കൻ്റെ അടുത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഭിന്നശേഷി വിഭാഗത്തിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായ ഈ മിടുക്കൻ്റെ പേര് ഗൗതം എസ് സരസ്ചന്ദ്രൻ എന്നാണ്. സംഗീതത്തിൽ അസാമാന്യ കഴിവ് തെളിയിച്ച ഗൗതം മാതൃബന്ധു വിദ്യാലയ AUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഗൗതമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അഭിജിത്ത് മുഴക്കുന്നിൻ്റെ കൂടെ ഒന്ന് ചേളന്നൂരിലേക്ക് പോയി വരാം. നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് ചേളന്നൂരിലേക്കാണ്. അവിടെ നമ്മളെയും കാത്ത് ഒരു കൊച്ചു മിടുക്കനുണ്ട്. അവനൊരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിമിതികൾ ഒരു തടസ്സമേ ആകില്ലെന്ന് തെളിയിച്ച ഒരു 5ാം ക്ലാസ്സുകാരൻ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പോകാം. അങ്ങനെ നമ്മൾ ചേളന്നൂരെത്തി. ഇതാണ് നേരത്തെ പറഞ്ഞ ആ കൊച്ചുമിടുക്കൻ്റെ വീട്. ഗൗതം എസ് സരസ്ചന്ദ്രൻ എന്നാണ് അവൻ്റെ പേര്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന അവസ്ഥ നേരിടുന്ന കുട്ടിയാണ് ഗൗതം. പക്ഷേ ഇതിനൊക്കെ ഗൗതം മറികടക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ഗൗതമിൻ്റെ കഴിവുകളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. പിയാനോ, ഡ്രംസ്, മൗത്ത് ഓർഗൺ, അങ്ങനെ വിവിധ തരം സംഗീതോപകരണങ്ങൾ നല്ല അസലായിട്ട് ഗൗതം വായിക്കും. ഇതിനൊക്കെ ഗൗതമിന് സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ ഡോക്ടർ ഷിബില്ല വി മോഹനാണ്. അമ്മ തന്നെ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ചേച്ചി, എങ്ങനെയാണ് ഗൗതം ഇങ്ങനെ ഈ സംഗീതങ്ങളുടെ ലോകത്തേക്ക് എത്തിയത്? മോന് ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം, 1 വയസ്സിൻ്റെ മുന്നേ തന്നെ മോൻ അസാമാന്യമായിട്ടുള്ള സംഗീതത്തിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മോനൊരു 10.5 മാസമായപ്പോൾ ഞാനും മോൻ്റെ അച്ഛൻ ശ്രീ സരസ്ചന്ദ്രൻ ഞങ്ങൾ 3 പേരും US പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഇൻസ്ട്രുമെൻസും ചെറിയ മിക്കി മൗസിൻ്റെയൊക്കെ ചെറിയ പിയാനോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മോൻ സ്വന്തം അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു മോൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. പിന്നെ ഞങ്ങൾ ആ ഒരു പിയാനോ ഇല്ലാതെ തന്നെ മോനോ കാണിച്ചു കൊടുത്തപ്പോൾ മോൻ സ്വന്തമായിട്ട് വായിക്കുന്നുണ്ട്. അതേസമയം മോൻ സംസാരിക്കില്ല, അച്ഛനമ്മ വിളിക്കുകയൊന്നുമില്ല, ഐ കോണ്ടാക്റ്റ് വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ ആ സമയം ഇങ്ങനെയുള്ള ഒരു അത്ഭുതമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സ്ട്രാ ടാലൻറ്റ് കണ്ടപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കൂടെ മോൻ്റെ ഡെവലപ്മെൻറ്റലായുള്ള കാര്യങ്ങളും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. രണ്ടര വയസ്സൊക്കെ ആയപ്പോഴാണ് ഓട്ടിസം മോന് ഡയഗ്നോസ് ചെയ്യണത്. ഇതേപോലെ മോൻ ഒട്ടും ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇൻ്ററാക്ട് ചെയ്യില്ലായിരുന്നു. മോനുള്ള കഴിവുകൾ പോലും, അതായത് ആ സമയം വേണ്ട അറ്റൈൻ ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് പോലും അതുപോലും മോന് നഷ്ടപ്പെട്ടു പോയി. ടാറ്റ പറയാൻ പോലും മറന്നുപോയി. അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തെല്ലാം പോയി, ഡെവലപ്മെൻറ്റൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഓട്ടിസം ഡയഗ്നോസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ആ സമയം ഞാൻ എൻ്റെ പഠിത്തം രീതിയിൽ ഞാൻ പുറത്തു പോവാതെ മോനെ നോക്കാൻ ഫുൾ ടൈം നോക്കണമായിരുന്നു. അപ്പം ഹസ്ബൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ പിന്നെ അങ്ങോട്ടൊരു വെക്കേഷന് വന്നതാണ്. ആ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ ഹസ്ബൻഡ് മരണപ്പെട്ടു. പക്ഷേ ഹസ്ബൻഡ് അപ്പോഴും അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് മോനെ നല്ല നിലയിൽ എത്തിക്കുക, മോൻ മ്യൂസിക്കിൽ എങ്ങനെയാണോ മോൻ്റെ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മോനെ എപ്പോഴും ഞാനും ഹസ്ബൻഡും മോനൊരു ഭാഗ്യം പോലെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ പുണ്യം എന്നുള്ള രീതിയിലാണ്. ഹസ്ബൻഡ് ഇല്ല, ഫിസിക്കലി ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്.
പിയാനോ വായിക്കും, ഡ്രംസ് വായിക്കും, സൈലോഫോൺ വായിക്കും. മൗത്ത് ഓർഗൻ മോൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് പാട്ട് മോൻ സ്വന്തമായിട്ട് മോനത് മൗത്ത് ഓർഗൻ വായിക്കുന്നുണ്ട്. പിന്നെ ഹാർമോണിയം മോൻ്റെ കയ്യിൽ കിട്ടിയാൽ മോനത് വായിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഗിറ്റാർ ആണെങ്കിലും മോൻ്റെ ആ ഒരു അതിൽ നോട്ട് ശരിയാവണം എന്നില്ല, പക്ഷേ മോൻ ഗിറ്റാർ ആണെങ്കിലും എല്ലാം മോനൊരു പാട്ട് ഏത് മ്യൂസിക് ഇൻസ്ട്രുമെൻസും കിട്ടിയാലും മോൻ അതൊരു പാട്ട് മോൻ നമുക്ക് പരിചയമുള്ള പാട്ട് അല്ലെങ്കിൽ മോൻ ഇഷ്ടമുള്ള പാട്ട് മോൻ നമുക്ക് തരും. മോൻ താരകം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാ വർഷവും നടത്തുന്നതാണ് ഭിന്നശേഷിക്ക് വേണ്ടിയിട്ടുള്ള. അതിൽ മോൻ എല്ലാ വർഷവും അവതരിപ്പിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്ക് വേണ്ടി അവരുടെ ഒരു കലോത്സവം സ്റ്റേറ്റ് തലത്തിൽ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ മോൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മോൻ ഇവിടെ നാട്ടിലുള്ള ഓരോ പ്രോഗ്രാമിനൊക്കെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. പത്രത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം 2023 മോനും കൂടെ കിട്ടിയിട്ടുണ്ട് എന്നറിയണത്. അപ്പോൾ വളരെ സന്തോഷം, ദൈവത്തിന് നന്ദി. മോനെ ഇനിയും മുന്നിലേക്ക് എത്തിക്കണം. എത്ര നമുക്കിപ്പം സ്വാഭാവികമായിട്ടും ഓരോ എന്ത് മനസ്സിൽ വിഷമം വരികയാണെങ്കിലും മോനൊരു വലിയ സ്റ്റേജിൽ നിന്നിട്ട് വായിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ അൾട്ടിമേറ്റ് പിക്ചർ. I love music. I want to be a musician. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കൊച്ചു മിടുക്കനാണ് ഗൗതം. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഗൗതം എത്തട്ടെ. അഭിലാഷ് പള്ളിക്കരയ്ക്കും ആശിഷിനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഏതായാലും ഗൗതമിൻ്റെ കലാപ്രകടനങ്ങൾ ഇനിയും ഏറെ പേർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ വലിയ വേദികളിലേക്ക് എത്തട്ടെ. ഗൗതമിൻ്റെ ആഗ്രഹം പോലെ ഒരു മ്യൂസീഷ്യനായി മാറട്ടെ. ഒരുപാട് പേര് ഗൗതമിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം എന്നെ പൂപ്പലി കാണാൻ ക്ഷണിച്ചിട്ടുമുണ്ട് ബീന. ഒപ്പം ഇതിനിടയിൽ നമുക്ക് സമയം കിട്ടിയാൽ വയനാട്ടിലേക്ക് വരാൻ പറ്റി, ഉറപ്പായും കണ്ടിരിക്കും. 15-ാം തീയതി വരെയാണ് പൂപ്പലി ഉള്ളത്. പിന്നെ മോനെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. ഉറപ്പായും നമ്മുടെ ഇത്തരം വാർത്തകൾ അതിനുവേണ്ടി കൂടിയാണ്. എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനമാകുന്ന ഒരു റിപ്പോർട്ടെന്ന തരത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഗൗതമിൻ്റെ സ്റ്റോറി കാണിച്ചു തരുന്നത്. ഗൗതം മോനെ സൂപ്പർ എന്ന് പറയുന്നു റീന. ഒപ്പം പരിമിതികൾ അതിജീവിച്ച് വർദ്ധിത വീര്യത്തിൽ മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആൽഫ പറയുന്നു. മോൻ അപാരം എന്നാണ് പവിത്രൻ്റെ കമൻറ്റ്. കണ്ണന്താഴെ ഗൗതം സൂപ്പർ എന്ന് പറയുന്നു. ആ അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട് എന്ന് സിന്ധു അജി പറയുന്നു. അങ്ങനെ എല്ലാവരും ഗൗതമിനെയും അമ്മയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. അപ്പം നമ്മളും. അപ്പോൾ ഗൗതമിൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. അപ്പം ഗൗതമിൻ്റെ ഈ കഥ അല്ലെങ്കിൽ ജീവിതം അത് ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറട്ടെ.